CPI ജില്ലാ സമ്മേളനത്തിന് തിരശീല വീണു. 3 ദിവസമായി കോതമംഗലത്ത് നടന്ന CPI ജില്ലാ സമ്മേളനത്തിന് തിരശീല വീണു. കോതമംഗലം തങ്കളം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കേരളത്തിലെ ചരിത്രത്തിൽ മാറ്റം കുറിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കേരളത്തിലെ ചരിത്രത്തിൽ ഒട്ടേറെ സംഭാവന നൽകിയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബഹുമാനായ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാഷണൽ കൗൺസിൽ അംഗവും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ സഖാവ് കെ രാജനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം നമുക്ക് കേരളത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോലും അവകാശമില്ലാത്തതായി KPCCയുടെ നിർവാഹക സമിതി യോഗം മാറി എന്ന കാഴ്ച നാം കണ്ടു. കേരളത്തിലെ 20 സീറ്റുകളിൽ 17 മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതാരാണ്? അന്ന് സുധാകരൻ നയിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃത്വ നിലയാണോ? അല്ല. പണം കൊടുക്കുന്നതിനനുസരിച്ച് ഏത് മുന്നണിക്കും രാഷ്ട്രീയ തന്ത്രം എഴുതി കൊടുക്കുന്ന കനകോലുമാർ നിശ്ചയിച്ചു 17 സീറ്റിൽ കോൺഗ്രസിന് ആരുണ്ടാകണം. അങ്ങനെ നിശ്ചയിച്ചപ്പോ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം ഏറ്റുവാങ്ങി മത്സരിക്കാൻ തയ്യാറായത് ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനെതിരാകണം? ഞങ്ങൾക്കൊരു എതിരഭിപ്രായവുമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് നിശ്ചയിക്കാം, അവർക്ക് ചിഹ്നം കൊടുക്കാം. പക്ഷേ രാജ്യസഭയിൽ കൂടി ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടനയെ ഞങ്ങൾ തിരുത്തുമെന്ന് BJP പ്രഖ്യാപിച്ചിരിക്കുമ്പോ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായി 2.5 വർഷക്കാലം കൂടി പ്രവർത്തന പദത്തിൽ ബാക്കിയുള്ള KC വേണുഗോപാലിനെ ഏതു രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷി തീരുമാനിച്ചത്? കനകോലുമാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയും നയവും തീരുമാനിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്റെ വീഴ്ചയ്ക്ക് കാരണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലം തങ്കളം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാജൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റം തിരിച്ചറിയാൻ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറയാൻ ഒരു ലബോറട്ടറിയിലും പരിശോധിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിലെ 2 വിഭാഗം ജനങ്ങൾ തമ്മിലടിച്ചു മരിക്കുമ്പോൾ നിസ്സഹായനായിട്ടുള്ള പ്രധാനമന്ത്രി മോദിയുടെ സമീപനം ഫാസിസമാണ്. രാജ്യത്തിന്റെ ഭരണകൂടം അഹങ്കാരത്തോടെ സംസ്ഥാന സർക്കാരുടെ അവകാശങ്ങൾ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ ED, CBI എന്നിവ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്താനും BJP സർക്കാർ ശ്രമിക്കുന്നു. ഭരണഘടനയെ മാനിക്കാത്ത രീതിയിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നേരെ വന്നാൽ ഇത് അംഗീകരിക്കാൻ LDF മന്ത്രിമാർ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ തിരിച്ചറിയണമെങ്കിൽ ഗവർണർമാർ ഭരണഘടന വായിക്കണമെന്നും മന്ത്രി പറഞ്ഞു. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലം തങ്കളം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KM ദിനകരൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ EK ശിവൻ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK അഷ്റഫ്, കമല സദാനന്ദൻ, ജില്ലാ സെക്രട്ടറി N അരുൺ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ബാബു പോൾ, ശാരദാ മോഹൻ, രഘുവരൻ, PK രാജേഷ്, ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ എൽദോ എബ്രഹാം, ശാന്തമ്മ പയസ്, ജില്ലാ നേതാക്കളായ KN സുഗതൻ, KN ഗോപി, KA നവാസ്, MM ജോർജ്, ഡിവിൻ K ദിനകരൻ, അഡ്വക്കേറ്റ് രമേശ് ചന്ദ്, രാജേഷ് കാവുങ്കൽ, താര ദിലീപ്, മോളി വർഗീസ്, MT നിക്സൺ, ജോളി പൊട്ടയ്ക്കൽ, CA ഷക്കീർ, സ്വാഗത സംഘം ട്രഷറർ PT ബെന്നി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന കൌൺസിൽ അംഗം PK രാജേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.